ഇശാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സുബഹിയാകുന്നതിന്റെ മുമ്പ് എപ്പോഴായിരുന്നാലും നമുക്ക് നിർവഹിക്കാവുന്ന നമസ്കാരമാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അമദ്ദക്കും ബിസ്സലാ, അല്ലാഹു നിങ്ങളെ ഇതാ സഹായിച്ചിരിക്കുകയാണ്, റബ്ബ് നിങ്ങളോട് വലിയ നിഅമത്ത് ചെയ്തിരിക്കുകയാണ് ഒരു നമസ്കാരം കൊണ്ട്. ഏതാണ് ആ നമസ്കാരം? വഹിയൽ വിത്റു, വിത്ർ നമസ്കാരമാണത്. ജഅലഹുല്ലാഹു ലക്കും ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ അൻ യത്ലുഅൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ, ഇശാ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഫജ്റാകുവോളം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നിർവഹിക്കാവുന്ന നമസ്കാരമാണത്. അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും എപ്പോഴാണോ സാധ്യമാവുക. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാഫ അൻ യഖൂമ മിൻ ആഖിരിൽ ലൈലി ഫൽയൂത്തിർ അവ്വലഹു, ആരെങ്കിലും രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേൽക്കുകയില്ല എന്ന് ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ ഫൽയൂത്തിർ അവ്വലഹു, അവൻ രാവിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിത്ർ നമസ്കരിച്ച് ഉറങ്ങിക്കോട്ടെ. വമൻ തമിഅ അൻ യഖൂമ ആഖിറഹു, അതല്ല രാവിന്റെ അവസാന ഘട്ടങ്ങളിൽ എഴുന്നേൽക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫൽയൂത്തിർ ആഖിറൽ ലൈൽ, അവൻ രാവിന്റെ അവസാന ഘട്ടത്തിൽ അത് നിർവഹിക്കട്ടെ, ഒറ്റയായി നമസ്കരിക്കട്ടെ, വിത്ർ നമസ്കരിക്കട്ടെ. എന്താ കാരണം? ആ സമയത്താകുമ്പോൾ ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈൽ, രാവിന്റെ അവസാന സമയങ്ങളിലുള്ള നമസ്കാരം മഷ്ഹൂദത്തുൻ, അത് പ്രത്യേകം മലായിക്കത്തുകളുടെ സാക്ഷ്യമൊക്കെയുള്ള ശ്രേഷ്ഠത ലഭിക്കപ്പെടുന്ന നേരമാണത്. വദാലിക അഫ്ദൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ആർക്കും എപ്പോഴെങ്കിലും ആയിക്കൊണ്ട് ഈ സമയത്തിനിടക്ക് നിർവഹിക്കാവുന്ന ഒരു നമസ്കാരമാണ്. ഇതെന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കുക. 1 മുതൽ ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും, അല്ലെങ്കിൽ 3, എത്രയാണോ നമുക്ക് നിത്യവും ചെയ്യുവാൻ സാധിക്കുക എങ്കിൽ, നിത്യതയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. ചില ഘട്ടങ്ങളിൽ നമ്മൾ രാവിന്റെ അവസാന സമയങ്ങളിൽ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ വിചാരിച്ച സമയത്തേക്കാൾ ഒരല്പം വൈകി എന്നിരിക്കും. അപ്പോൾ ഉളുവൊക്കെ എടുത്ത് വന്ന് സുബഹി ബാങ്കിന് അധിക സമയമുണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെറും ഫാത്തിഹ ഓതിക്കൊണ്ട് ഈ 3 റക്അത്തെങ്കിലും നമുക്ക് നമസ്കരിക്കാം. സൂറത്തുകളില്ലാതെ കേവലം ഫാത്തിഹ മാത്രം പാരായണം ചെയ്തുകൊണ്ട്, അതിനെ സമയമുള്ളൂ ഇനി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടക്ക്. കാരണം ബാങ്ക് വിളി വന്നു കഴിഞ്ഞാൽ, അഥവാ ഫജ്റായി കഴിഞ്ഞാൽ വിത്റിന്റെ സമയം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ മറ്റൊരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഫജ്ർ ബാങ്ക് വിളി ഒരാൾ കേൾക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ നിസ്കാരത്തിൽ എന്നയാൾ പെട്ടെന്ന് കൈയഴിച്ച് ആ നിസ്കാരം അതുവരെ നിർവഹിച്ചത് അയാൾ ബാത്തിലാക്കേണ്ടതില്ല. പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ അഥവാ ഫജ്റായി കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു, പക്ഷേ ആ നമസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യട്ടെ? അവൻ ആ നമസ്കാരം പൂർത്തീകരിക്കട്ടെ. ആ നമസ്കാരം അവൻ എത്രയും പെട്ടെന്ന് അത് പാരായണം ചെയ്ത് ദിക്റുകളൊക്കെ പെട്ടെന്ന് ചൊല്ലി അവൻ ആ നമസ്കാരം പൂർത്തീകരിച്ച് സലാം വീട്ടിയിട്ട് അതിൽ നിന്ന് വിരമിക്കുകയാണ് വേണ്ടത്. അപ്പൊ അത്തരം ഘട്ടങ്ങളിലാണെങ്കിൽ പോലും നമ്മളത് ഒഴിവാക്കരുത്. ഒരിക്കലും നമുക്കത് നിർവഹിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നമ്മൾ ഉറങ്ങിപ്പോയി എങ്കിൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മസ്അലയാണ്, ളുഹായുടെ സമയത്ത്, ളുഹറാകുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെയുള്ള സമയത്തിന്റെ ഇടക്ക് നമ്മൾ നിർവഹിക്കുന്ന ഈ 3 റക്അത്തോ എത്രയാണെങ്കിൽ അത് നമുക്ക് 3 4 5 6 ഒക്കെ ഒറ്റയുള്ളത് ഇരട്ടയാക്കിക്കൊണ്ട് വീണ്ടെടുക്കുവാൻ നമുക്ക് അവസരമുണ്ട് എന്നുള്ളത്. പിന്നെ ഈ നമസ്കാരങ്ങൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 റക്അത്താണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ 2 വിധത്തിൽ അയാൾക്ക് നമസ്കരിക്കാം. 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞിട്ട് പിന്നെ 1 റക്അത്ത് നമസ്കരിക്കുന്ന രീതി, അതാണ് ഉത്തമമായ രീതി. ഇനി അതല്ലെങ്കിൽ ഒരാൾക്ക് 3 റക്അത്ത് ഒരുമിച്ച് ഇടക്കിരിക്കാതെ തന്നെ അദ്ദേഹത്തിന് നിസ്കരിക്കാം. എന്നിട്ട് അവസാനം അത്തഹിയാത്തിനിരുന്ന് 3-ാമത്തെ റക്അത്തിൽ മാത്രം തശഹ്ഹുദ് ചൊല്ലി അയാൾക്ക് സലാം വീട്ടി വിരമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5ഉം 7ഉം ഒക്കെ റക്അത്തുകൾ നിസ്കരിച്ചപ്പോൾ ഇപ്രകാരവും നമസ്കരിച്ചിട്ടുണ്ട്. എപ്രകാരം? 5ഓ 7ഓ ഒക്കെ നമസ്കരിക്കുകയാണെങ്കിൽ അവിടുന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് പിന്നെ അവിടുന്ന് നേരെ തുടർച്ചയായി അവിടുന്ന് അങ്ങോട്ട് നമസ്കരിക്കും. അത്തരം ഘട്ടങ്ങളിൽ തുടർച്ചയായി ചിലപ്പാണ് നമസ്കരിക്കും. അവസാനത്തെ റക്അത്തിൽ 5-ാമത്തതിലോ 7-ാമത്തതിലോ മാത്രമേ ഇരുന്ന് തശഹ്ഹുദ് നിർവഹിക്കുകയുള്ളൂ. എന്നിട്ടൊരൊറ്റ സലാം വീട്ടൽ കൊണ്ട് അവിടുന്ന് അപ്രകാരം നിർവഹിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂതിറു ബി 5 വ ബി 7 വലാ യഫ്സിലു ബൈനഹുന്ന ബി സലാമിൻ വലാ കലാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് 5 റക്അത്ത് 7 റക്അത്തൊക്കെ കൊണ്ട് വിത്ർ നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നിസ്കരിക്കുമ്പോൾ വലാ യഫ്സിലു ബൈനഹുന്ന ബിസലാമിൻ വലാ കലാമിൻ, ഇടക്ക് സലാം വീട്ടുകയില്ല. ഒന്നിച്ച് 5 നിസ്കരിച്ച് സലാം വീട്ട, ഒന്നിച്ച് 7 നിസ്കരിച്ച് സലാം വീട്ട, അതിൻ്റെ ഇടക്ക് സലാം വീട്ടലോ മറ്റു സംസാരങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെയും നിർവഹിച്ചിട്ടുണ്ട്. 9 ഒരിക്കൽ നിർവഹിച്ച ഘട്ടത്തിൽ അവിടുന്ന് ഇപ്രകാരവും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അനുവദനീയമായ മാർഗങ്ങളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റക്അത്ത് നമസ്കരിക്കുന്നു, 9 റക്അത്ത്. ലാ യജ്ലിസു ഫീഹാ, ആ നിസ്കാരത്തിൽ അവിടുന്ന് തശഹുദിന് വേണ്ടി ഇരുന്നതേയില്ല. ഇല്ലാ ഫിസ്സാമിന, 8ാമത്തെ റക്അത്തിൽ തശഹുദിനിരുന്നു. 8 റക്അത്തും തുടർച്ചയായി നിസ്കരിച്ചു. 8ാം റക്അത്തിൽ തശഹുദിന് ഇരുന്നു. എന്നിട്ട് അവിടുന്ന് ഫയദ്കുറുല്ലാഹ വയഹ്മദുഹു വയദുഊഹു, അതാ ദിക്റുകൾ ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. സുമ്മ യൻഹദു, പിന്നെ എഴുന്നേൽക്കുന്നു. അതാ 9ാമത്തെ റക്അത്തിലേക്ക്. വലാ യുസല്ലിമു, സലാം വീട്ടാതെ എഴുന്നേൽക്കുകയാണ്. സുമ്മ യഖൂമു ഫയുസല്ലി താസിഅ, 9ാമത്തെ റക്അത്ത് നിസ്കരിച്ചിട്ട് സുമ്മ യഖുദു, അവിടുന്ന് ഇരിക്കുന്നു തശഹുദിന് വേണ്ടി. അങ്ങനെ തശഹുദ് നിർവഹിക്കുന്നു. സുമ്മ യുസല്ലിമു തസ്ലീമാ, പിന്നീട് അവിടുന്നതാ ഞങ്ങളൊക്കെ കേൾക്കെ തന്നെ അവിടുന്ന് യുസ്മഉന, ഞങ്ങൾ കേൾക്കെ തന്നെ അവിടുന്ന് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇങ്ങനെ 9 നിസ്കരിച്ച സമയത്ത് 8 ഇരുന്നിട്ട് 9ാമത്തെ നിസ്കരിച്ച രീതിയും ഹദീസിലുണ്ട്. 11 നമസ്കരിക്കുന്ന വേളയിൽ അവിടുന്ന് ഈ രണ്ടായി. അതാണ് അവിടുത്തെ മിക്ക ദിവസങ്ങളുടെയും ശീലം. അതാണ് മസ്ന മസ്ന, ഈ രണ്ട് റക്അത്തായി നമസ്കരിക്കുന്നു, അവസാനം ഒറ്റയായി നമസ്കരിക്കുന്നു. ഈ രീതികളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിത്ർ നമസ്കാരത്തിന്റെ പ്രാധാന്യവും അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാനും നാം ഏവരും ശ്രദ്ധിക്കുക.